നമുക്ക് ചക്കക്കുരു മാങ്ങാക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10-25 എണ്ണം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു പച്ചമാങ്ങ നമുക്ക് ആവശ്യമാണ്. അതും ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യം 3 പച്ചമുളകാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഈ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമാങ്ങയും അതുപോലെ തന്നെ പച്ചമുളക് നടുക്കൂടെ കീറി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്കക്കുരു മാങ്ങയെല്ലാം മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള വെള്ളം. ഞാനത് 1 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ വരെ കേൾക്കത്തക്ക വിധത്തിൽ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചക്കക്കുരു അവിടെ നിന്ന് വേവട്ടെ. ഈ സമയത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം. എന്നിട്ട് ഈ ചക്കക്കുരു വെന്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് കുക്കർ തുറക്കത്തില്ലേ, തുറന്നു കഴിഞ്ഞിട്ട് ഈ ചക്കക്കുരു നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിത് പോയി അരച്ചെടുത്തോണ്ട് വരട്ടെ. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും കൂടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ ആവി പോയെന്ന് നോക്കാം. അത് നന്നായിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നു നോക്കാം. കണ്ടില്ലേ, ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി ഉപയോഗിച്ച് ഈ ചക്കക്കുരു ഒന്ന് ഉടയ്ക്കാം. കാരണം ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് കിടക്കുന്നതുള്ളൂ, നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല. ഈ തവി വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഈ ചക്കക്കുരു നന്നായിട്ട് ഉടയുകയും ചെയ്യും. ഇപ്പം ചക്കക്കുരു നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഈ തേങ്ങ നന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം തേങ്ങ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കറിയിലേക്ക്. ഇനി നമുക്ക് അടുപ്പ് ഒന്നുകൂടെ ഒന്ന് കത്തിച്ചിട്ട് സിമ്മിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കടുകും മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയെല്ലാം ഇട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ചക്കക്കുരു മാങ്ങ എന്ന് പറയുന്നത് ശരിക്കും കഞ്ഞിയുടെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഞാനിവിടെ മിക്ക ഫ്രൈഡേയിലും കഞ്ഞിയും ചക്കക്കുരു മാങ്ങയായിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ കറി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് അധികം നമ്മൾ എരിവൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് 3 പച്ചമുളകല്ലേ ചേർക്കുന്നുള്ളൂ. അധികം എരിവൊന്നുമില്ല. നല്ലൊരു മധുരം ഒരു പുളിയൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നിങ്ങൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പം ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.